തന്റെ പ്രിയപത്നി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യനും പരസ്പരം സഹായിക്കാൻ കഴിയില്ല. ആ സ്ഥലങ്ങളിൽ മാതാപിതാക്കൾ മക്കളെ കാണുമ്പോൾ ഓടും, മക്കള് മാതാപിതാക്കളെ കാണുമ്പോൾ ഓടും. എത്ര സ്നേഹിച്ചവരാണെങ്കിലും അവിടെ പരസ്പരം സഹായിക്കാൻ കഴിയില്ല. എനിക്ക് പോലും നിന്നെ സഹായിക്കാൻ കഴിയില്ല. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, 1ാമത്തെ സ്ഥലമേതാ? അത് വിചാരണ നടക്കുന്ന വേള. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വഹാബത്തിനോട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആരെയെങ്കിലും മൻ ഹൂസിബ യൗമൽ ഖിയാമ, ആരെയെങ്കിലും പടച്ചവൻ നാളെ വിചാരണ ചെയ്യാൻ വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചത് തന്നെ, അവന് നരകം നിർബന്ധമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ചവൻ ആരെയെങ്കിലും വിചാരണ ചെയ്യാൻ വേണ്ടി പിടിച്ച, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും നാളെ അള്ളാഹു ഹിസാബ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അന്നത്തെ ദിവസം ജനങ്ങൾക്ക് വല്ല പരിഗണനയുമുണ്ടോ? ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഅദനാ റബ്ബി അയ്യദ്ഖുലൽ ജന്നത മിൻ ഉമ്മതി 70,000 ലാ ഹിസാബ അലൈഹിം വലാ അദാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബത്തേ, പടച്ചവൻ എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, പടച്ചവൻ എന്നോട് പറഞ്ഞിരിക്കുകയാ, എന്റെ സമുദായത്തിൽ നിന്ന് 70,000 പേരുണ്ടല്ലോ, അവര് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പടച്ചവൻ എന്നോട് പറഞ്ഞെന്ന് പ്രവാചകൻ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് 70,000 പേരെ സ്വർഗത്തിൽ കടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, മഅ കുല്ലി അൽഫിൻ 70. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ 70,000 പേരുണ്ടല്ലോ, പടച്ചവൻ 70,000 പേരെ തെരഞ്ഞെടുക്കുകയാണ്. ആ 70,000-ൽ ഓരോ വ്യക്തികളുണ്ടല്ലോ, ആ ഓരോ വ്യക്തികളുടെ കൂടെയും 70,000 പേരാണ്. നാളെ എന്റെ സമുദായത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിൽ നിന്ന് 70,000 പേര്, ആ ആദ്യം തെരഞ്ഞെടുക്കുന്ന 70,000 പേരിൽ ഓരോ ആളുടെ കൂടെയും 70,000 പേര്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ ഈ മജ്ലിസിൽ വന്നിരുന്ന നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരാരെല്ലാമാണ്? നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാർ ആരെല്ലാമാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് മഹാനായ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോൾ അല്ലാഹു ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. പടച്ചവൻ തന്റെ അർശിന്റെ ഭാഗത്തിരുന്ന് കൊണ്ട് ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒന്നാമതായി വിളിക്കുന്ന വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തോതി കൊടുക്കുകയാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ?
ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തെടുത്തുകൊണ്ട് പ്രവാചകൻ പറയുകയാ, അവരൊരു പരീക്ഷണം എത്തിക്കഴിഞ്ഞാൽ, അവനെന്തെങ്കിലും മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ, അവനതാ ലക്ഷങ്ങളുടെ കടമെത്തിക്കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം എത്തുമ്പോ അതിന് ശമിക്കുന്നവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം, അവനൊരു പരീക്ഷണം എത്തുമ്പോൾ അവന് പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ്. അവന് ലക്ഷങ്ങളുടെ കടമുള്ളപ്പോൾ പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ്. ക്യാൻസർ രോഗമാണെന്നറിയുമ്പോൾ പടച്ചവനോട് പരാതി പറയാത്തവനാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവും സഹാബത്തും കടന്നു വരികയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്. കണ്ടോ നബിയേ, കണ്ടോ നബിയേ, ശരീരത്തിലൂടെ രക്തങ്ങൾ ഒഴുകുകയാണ്. തന്റെ ശരീരത്തിലെ പച്ചമാംസങ്ങൾ കുത്തിക്കീറിയിരിക്കുകയാണ്. നബിയേ, എന്റെ ശരീരത്തിന്റെ നട്ടെല്ല് നോക്ക് നബിയേ, എന്റെ ശരീരത്തിലേക്ക് നോക്ക് നബിയേ, എന്റെ ശരീരത്തിന്റെ എല്ലുകൾ വെളിയിൽ കാണുകയാണ് നബിയേ. എനിക്ക് പീഡനം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന പ്രവാചകന്റെ മുന്നിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പ്രവാചകരോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബ്ബാബേ, നിന്റെ മുൻഗാമികളുണ്ടല്ലോ, നിന്റെ മുൻഗാമികൾ എങ്ങനെയാ ശമിച്ചതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ ചരിത്രം പറയുകയാ. ആരാണ് അയ്യൂബ് നബി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ്. 81 വർഷക്കാലം പ്രഭുവിനെ പോലെ, രാജാവിനെ പോലെ, കോടീശ്വരനെ പോലെ സർവസമ്പത്തിന്റെ നടുവിൽ കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി പറയുന്നു, റബ്ബേ, ഈ അയ്യൂബിന് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്, ഈ അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ്, നബിയെ പടച്ചവരെ അങ്ങയെ ആരാധിക്കുന്നത് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്. എന്തെങ്കിലും പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിങ്ങളെ മറന്നു കഴിയുമല്ലോ, നിനക്ക് നന്ദി രേഖപ്പെടുത്തില്ല റബ്ബേ. ശൈത്താൻ പോയി പടച്ചവരോട് പരാതി പറയുമ്പോൾ 81 വർഷക്കാലം കോടീശ്വരനെ പോലെ സമ്പത്തിന്റെ നടുവിൽ കിടന്ന് വളർന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ പരീക്ഷിക്കുകയാണ്. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത പരീക്ഷണമാണ്. അതാ ഒരു സുപ്രഭാതം അങ്ങോട്ട് പൊട്ടിവിടരുമ്പോൾ തന്റെ സമ്പത്ത് മുഴുവനും നശിക്കുകയാണ്. തന്റെ കൊട്ടാരങ്ങൾ തകർന്നു വീഴുകയാണ്. തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്നു പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും മരണപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരനൊന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാം പാവപ്പെട്ട ദരിദ്രനായി മാറിയിരിക്കുകയാണ്. അവസരത്തിലും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പടച്ചവൻ രണ്ടാമത്തെ പരീക്ഷണം കൊടുക്കുകയാ. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത മാരകമായ രോഗം കൊടുക്കുകയാണ്. തന്റെ ശരീരങ്ങൾ മുഴുവനും പുഴുത്തെളിയുകയാണ്. തന്റെ ശരീരത്ത് പഴുത്തുകൊണ്ട് വ്രണങ്ങൾ പിടിച്ച് പുഴുക്കൾ നടക്കുകയാണ്. തന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധമടിച്ചു വീശുകയാണ്. ആ അവസരത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരുണ്ടല്ലോ, ഇന്നലെ വരെ കൂടെ നടന്നവരുണ്ടല്ലോ, അയ്യൂബ് നബിയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താകുകയാണ്.
അയ്യൂബ് നബിയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ. അയ്യൂബേ, നിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുന്നത് ശ്വസിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകണമെന്ന് ആട്ടിയോടിക്കുകയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നതാ അയ്യൂബ് നബി അലൈഹിസ്സലാം അതാ ആട്ടിയിറക്കുകയാണ്. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുക, മാരകമായ രോഗം പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു മരത്തിന്റെ ചുവട്ടില് പോയിരിക്കുമ്പോൾ അതാ യാചിച്ച് ജീവിക്കുന്ന മനുഷ്യര് പറഞ്ഞുവത്രേ, അയ്യൂബ് നബിയേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാറി പോകണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ ശരീരത്തിലൂടെ പുഴുക്കള് നടക്കുകയാണ്, എല്ലുകള് വെളിയിൽ കാണുകയാണ്, ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ തറയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുന്നു, നബിയേ, എന്തിനാണിതൊക്കെ സഹിക്കുന്നത്? എന്തിനാണിതൊക്കെ സഹിക്കുന്നത്? അങ്ങൊരു പ്രവാചകനല്ലേ, അങ്ങ് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കില്ലേ നബിയേ? ഒന്ന് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ പറയുമ്പോൾ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയ ഭക്തിയോട് ചോദിക്കുകയാണ്, പെണ്ണേ, 81 വർഷക്കാലം ഒരു കോടീശ്വരനെ പോലെ, രാജാവിനെ പോലെ കൊട്ടാരത്തിന്റെ മടിത്തട്ടില് ഞാൻ കടന്ന് ജീവിച്ചവനല്ലേ മോളെ, ഒരിക്കലെങ്കിലും പടച്ചവരോടല്ലാ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് എന്തിനാ തന്നതെന്ന് ചോദിക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ പടച്ചവൻ എനിക്കൊരു പരീക്ഷണം തന്നപ്പോൾ അല്ലാഹുവോട് പരാതി പറയാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ വഴി നോക്കാമെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത് എത്ര മാസമെന്നറിയുമോ, എത്ര ദിവസമെന്നറിയുമോ, എത്ര വർഷമാണ് പടച്ചവനെ പരീക്ഷിച്ചതെന്നറിയുമോ? 18 വർഷക്കാലമാണ് അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത്. മാരക രോഗം പിടിച്ചുകൊണ്ട് ദുർഗന്ധമടിക്കുന്ന രീതിയിൽ തന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം ശമിച്ചുകൊണ്ട് നടക്കുകയാണ്. അവസാനം ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ശൈത്താൻ എന്നും വന്ന് നോക്കുകയാണ്. എന്നും രാവിലെ വന്ന് നോക്കും, അതാ അയ്യൂബ് നബി പടച്ചവനോട് ദുആ ചെയ്യുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ അയ്യൂബ് നബി കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ മഹാനായ അയ്യൂബ് നബി ആകാശത്തിന്റെ വിരിമാറിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ പോകുകയാണ്. ശൈത്താന് വല്ലാത്ത സന്തോഷമായി, അയ്യൂബ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്തു നിന്ന് നോക്കുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, 81 വർഷക്കാലം എനിക്കു നീ അനുഗ്രഹം തന്നവനാണല്ലാ. പടച്ചവരെ, 18 വർഷമായി എന്റെ ശരീരത്തിൽ രോഗം പിടിച്ചിട്ട് പുഴുക്കൾ നടക്കുകയാണ്, പഴുത്തെളിയുകയാണ്, എന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുകയാണ്, എനിക്കൊന്നും നടക്കാൻ കഴിയുന്നില്ല, എന്റെ ശരീരമൊന്നു ചലിപ്പിക്കാൻ കഴിയുന്നില്ല. പടച്ചവരെ, എത്ര വലിയ രോഗം എനിക്ക് തന്നപ്പോഴും അല്ലാഹുവേ, എന്റെ നാവില് മാത്രം നീ രോഗം തന്നില്ല അല്ലാ. ഇന്നലെ വരെ നിന്നെ സ്തുതിക്കാൻ, നിനക്കൊരു അൽഹംദുലില്ലാ പറയാൻ എന്റെ നാവ് കൊണ്ട് എനിക്ക് കഴിഞ്ഞു റബ്ബേ. അല്ലാഹുവേ, ഇന്നതിന് എനിക്ക് കഴിയുന്നില്ല റബ്ബേ. എന്റെ നാക്കിലും നീ രോഗം തന്നത് കാരണം ഒരു അൽഹംദുലില്ലാ പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ, എന്റെ നാവിലെ രോഗമൊന്ന് മാറ്റി തരണേ അല്ലാ.
പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മഹാനായ പ്രവാചകരദാ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബ്ബാബേ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ചവന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും തലതാഴ്ത്തിയിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാവരും കൈയടിയുന്ന ദിവസം പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിശിഷ്ട വ്യക്തികളെ പോലെ പടച്ചവൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, മോരേ, ഇന്നത്തെ ദിവസം നിന്നോട് എനിക്കൊന്നും ചോദിക്കാറില്ല. ഇവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ടവനല്ല, ഇവിടെ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടവനല്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പടച്ചവൻ പറയുന്ന വിഭാഗത്തിൽ പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു. ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു തലവേദന വന്നാൽ, നിനക്കൊരു രോഗം പിടിപെട്ടാൽ, ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, ലക്ഷങ്ങളുടെ കടം വന്നു കഴിഞ്ഞാൽ, കച്ചവടം നഷ്ടത്തിലായി കഴിഞ്ഞാൽ, മക്കളുടെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ, ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, പടച്ചവനെ കുറ്റപ്പെടുത്തുന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് എട്ടിക്കുളമെന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ മാസം വഅദ് പറയാൻ പോവുകയാണ്. ഈ പാവപ്പെട്ട ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലതാ അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പൊന്നുമകൻ, അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പൊന്നുമകൻ കട്ടിലിൽ കിടക്കുകയാണ്. ആ പൊന്നുമകന്റെ അവസ്ഥ എന്തെന്നറിയുമോ? മെത്തയിൽ വെള്ളമൊടിച്ചിട്ട് അതിന്റെ മുകളിലാണ് കിടക്കുന്നത്. ആ സഹോദരന്റെ വാപ്പയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയുന്നു, ഉസ്താദ്, 4 വയസ്സ് വരെ വീടിന്റെ മുന്നിലൂടെ കളിച്ച് നടന്നവരാണ്. എന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന പൊന്നുമോരാ. ഈ അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള പൊന്നുമകനെ കാണിച്ചിട്ട് പറയുകയാ, ഒരു പനി വന്നു ഉസ്താദ്. എന്നിട്ട് ശരീരങ്ങൾ മുഴുവനും നീരുപിടിക്കുകയാണ്. ശരീരങ്ങൾ മുഴുവനും നീരുപിടിച്ചിട്ട് തന്റെ എല്ലുകൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 18 വർഷക്കാലമായി മുസ്ലിമേ തന്റെ 4ാമത്തെ വയസ്സിൽ കിടക്കാൻ തുടങ്ങിയതാണ്. ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ, എന്നോട് നിന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, തലയല്ലാതെ മറ്റൊരവയവം അനക്കാൻ കഴിയുന്നില്ല. ശരീരങ്ങൾ മുഴുവനും നീര് പിടിച്ചിട്ട് എല്ലുകൾ മുഴുവനും ഒടിയുകയാണ്. അതാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് ദുആ ചെയ്യണേ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട മകനോട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ആ അബ്ദുള്ളയോട് വിശേഷണത്തെ അന്വേഷിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് അൽഹംദുലില്ലാഹ്, പടച്ചവൻ എന്റെ കൈകാലുകൾക്ക് രോഗം തന്നു. എന്റെ ശരീരം മുഴുവനും പടച്ചവൻ എനിക്ക് തളർത്തിയിട്ടിരിക്കുകയാ. എങ്കിലും ഉസ്താദേ പറയാറ്, എനിക്ക് പടച്ചവന് ദിക്ർ പറയാൻ എന്റെ നാവിനൊരു കുഴപ്പമില്ലല്ലോ. എല്ലാവരും പറയുന്നത് എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നല്ലോ. എന്റെ മാതാപിതാക്കളെ കാണാറ് പടച്ചവൻ എനിക്ക് കാഴ്ച തന്നല്ലോ. ഉസ്താദേ എനിക്ക് സ്വർഗം കിട്ടും, ഉസ്താദേ എനിക്ക് സ്വർഗം കിട്ടും. ആ പ്രിയപ്പെട്ട 18 വയസ്സുള്ള അബ്ദുള്ള പറയുകയാ, ഇന്ന് വരെ ഒരു ഹറാമും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇന്ന് വരെ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. ഒരു പാപം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഇന്ന് വരെ ഞാൻ പോയിട്ടില്ലല്ലോ. പടച്ചവൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അല്ല എന്നെ പരീക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്ന മുഖത്തോട് എന്നോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണു
കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും പടച്ചവനെ പരീക്ഷിക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ച അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ക്ഷമിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൗലുൽ കൗസറിലെ വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയാ കൊടുക്കണം. ഹൗലുൽ കൗസറിലെ വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയാ കൊടുക്കണം, എല്ലാവരുടെ കയ്യിലാ കൊടുക്കണം. ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുത്തു. ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏത് സഹാബിയുടെ വായിലാ ഒഴിച്ചു കൊടുക്കും? ആർക്കെങ്കിലും അറിയും? ആർക്കെങ്കിലും അറിയും? ഒറ്റ സഹാബിയുടെ, അറിയണവരെന്ന് കൈവക്കി. ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ, എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ. ചിലരൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഓരോ സഹാബത്തിന്റെ മുഖത്തും എല്ലാവരും വളരെ അത്ഭുതത്തോടെ ആരുടെ വായിലായിരിക്കും പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ആരുടെ വായിലാണ് ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രമേ പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കൂ ഹൗലുൽ കൗസറിൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിൽ കയറി ഇരിക്കാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അകത്തിരിക്കാൻ സൗകര്യമുണ്ടായിട്ടും വെറുതെ മതിലിന്റെ വെളിയിൽ നിൽക്കാം, വെളിയിൽ നിൽക്കുക. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ മജ്ലിസിൽ കയറിയിരിക്കുക. ഇത് സ്വർഗമാണ്. ഈ സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കിട്ടിയിട്ട് അല്ലാഹ് ഞാൻ വെളിയിൽ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെയും അവിടെ വെളിയിൽ നിൽക്കേണ്ടി വരും. ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകാലോ. ഞാൻ ആരെയും ഒന്നും പറയാറില്ല. എന്റെ പ്രസംഗം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ നിർത്തേണ്ടതുണ്ട്. എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. ഒന്നീ നിങ്ങൾ ഇൽമിന്റെ മജ്ലിസിൽ കയറിയിരിക്കുക. ഇതിനെ ബഹുമാനിക്കുക. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഉത്ബത്തും ശൈബത്തും അതാ മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി ചാട്ടപാറ കൊണ്ടടിച്ചുകൊണ്ട് ഉപദ്രവിക്കുകയാണ്. ബിലാൽ പറയുന്നു, നബിയേ എന്നെ സഹായിക്കണേ നബിയേ, എന്നെ രക്ഷിക്കണേ നബിയേ. ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് ളുഹർ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നിട്ട് തന്റെ യജമാനനോട് വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. എനിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് യാചിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോഴതാ ഉത്ബത്ത് കടന്നു പോവുകയാണ്. തന്റെ യജമാനൻ കടന്നു പോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോവുകയാണ്.
പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് തന്റെ കൈവെക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ ക്ഷമിക്കൂ ബിലാലേ, ക്ഷമിക്കൂ ബിലാലേ, നീ ഇതൊന്ന് കുടിക്കൂ ബിലാലേ. നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം എല്ലാവരുടെയും കയ്യിൽ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ബിലാലേ, ഇന്ന് നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ, നിന്റെ വായിലേക്ക് ഞാൻ വെള്ളമൊഴിച്ചു തരാ ബിലാലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുന്ന മുഖത്തോട് കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന്, നിനക്ക് ചേരാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. എന്റെ പ്രിയമുള്ളവരെ, ഈ പള്ളം നിവാസികളുണ്ടല്ലോ, എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുകയാണ്. എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ മുന്നിലിരിക്കുന്ന എത്ര പേർക്ക് ആ തഹജ്ജുദ് നിസ്കാരമുള്ളത് നിത്യമായി നമുക്കുണ്ടാവും? റമളാൻ മാസമൊക്കെ എത്തുമ്പോൾ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കും, അത് കഴിയുമ്പോൾ കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു അത്രേ, നബിയെ, എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട്, ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. എന്നെ അവരിഷ്ടപ്പെടുന്നു, അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്ന് വരാൻ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയെ. ഇങ്ങനെ ചില അടിമകളുണ്ട്. ഈ പള്ളത്തുള്ള എന്റെ പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാഹു വല്ലാത്ത ഇഷ്ടമാ. നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കണ്ണ് നിറയുന്നത് അള്ളാഹന് ഇഷ്ടമല്ല. നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും. അങ്ങനെ ചില അടിമകൾ. അവരാരാണെന്നറിയൂ? മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ പടച്ചവനോട് ചോദിച്ചു, നബിയെ, അല്ലാഹുവേ ആരാ ഒന്ന് പറഞ്ഞു തരൂ, അവരാരാ ഒന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചവൻ പറഞ്ഞു കൊടുത്തില്ല. ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് ചോദിച്ചു, അല്ലാഹുവേ, അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരും. നീ സ്നേഹിക്കുന്ന പള്ളത്ത് നീ സ്നേഹിക്കുന്ന ആ വിശിഷ്ട വ്യക്തികൾക്കുള്ള അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞതാ പടച്ചവനെ. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, അവർക്ക് 3 അടയാളമാണുള്ളത്. പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് 3 അടയാളമാണ്. അതിലൊന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. നബിയേ,
പള്ളം നിവാസികളെല്ലാ പാതിരാത്രിയുടെ നിശബ്ദതയില് തണുപ്പുള്ള രാത്രിയിലതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോൾ നബിയേ ഒന്നാൻ ആകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ, ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ. ആ അവസരത്തിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നബിയേ. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്ലിസിൽ ഇരിക്കുന്ന നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം നിത്യമായിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചോ, അള്ളാഹ് നിന്നെ സ്നേഹിക്കുന്നു, അതിന്റെ അടയാളമാത്. അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയൂ? തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കാരം മുൻഗാമികളുടെ ചര്യയാണ്. മുൻഗാമികളുടെ ചര്യയാണ് തഹജ്ജുദ് നിസ്കാരം. മഹാന്മാരായ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം. 1. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, നാളെ പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. സ്വർഗത്തിന്റെ ആരാമങ്ങൾക്ക് നടുവിലൂടെ സ്വർഗവാസികൾ മുഴുവനും ആസ്വദിച്ച് നടക്കുകയാണ്. പടച്ചവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ലാഹുവിന്റെ ലിഖാഹ് കാണലാണ്, പടച്ചവൻ കാണലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബത്തേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ എന്നെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹ് തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റുകയാ. എല്ലാവരും അല്ലാഹുവിനെ കാണുകയാണ്, എല്ലാവരും പടച്ചവന്റെ ലിഖാഹ് കാണുകയാണ്. അവസരത്തിൽ അല്ലാഹ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, പടച്ചവൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്നാ. അല്ലാഹ് നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബത്തേ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ അവന് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹ് സലാം പറയുമ്പോ അല്ലാഹുവിനെ കണ്ടു മടക്കാൻ അവന് ഭാഗ്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹ് സലാം പറയും, 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 അല്ലാഹ് സലാം പറയും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിനെ കാണല. എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോ ഫയറുഫഉൽ ഹിജാബ്, തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റും. ഫയൻദുറൂന ഇലാ വജ്ഹില്ല, എല്ലാവരും അല്ലാഹുവിനെ കാണും. ആ അവസരത്തിൽ അല്ലാഹ് പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സലാം പറയുമ്പോൾ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് മടക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിത്യമായി നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ കറകൾ മാറും, പാപത്തിന്റെ കറകൾ മാറും. എത്ര വലിയ കൊടുംപാപം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപവും അല്ലാഹു പുറത്തു തരും. നിങ്ങളുടെ പാപത്തിന്റെ കറ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം കറുത്തുപോയത് കൊണ്ടാ, പാപങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ഭർത്താവിന് ഉറക്കഗുളിക കലക്കി കൊടുത്തിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണിറങ്ങിപ്പോയത്.
അതുകൊണ്ടാണ് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടുന്നത്. 10 മാസം ഗർഭം ധരിച്ച് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നു മകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ എന്റെ മുസ്ലിം പെങ്ങന്മാര് തയ്യാറാകുന്ന അതുകൊണ്ടാ. പാവങ്ങൾ അധികരിച്ചു പോയത് കൊണ്ടാ, ഹൃദയം കറുത്തുപോയത് കൊണ്ടാ, മൃഗത്തിനെക്കാൾ അധപ്പതിച്ച ജീവിതം നയിക്കുന്നത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ പാപം ചെയ്തവനും അള്ളാഹു പുറത്തു തരും. അള്ളാഹു എത്ര വലിയ കൊടും പാപം ചെയ്തവനും അള്ളാഹു പുറത്തു തരും. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത വ്യക്തി ആരെന്നറിയും? ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യന് പോലും അള്ളാഹു പുറത്തു കൊടുത്തു. അത്ര വലിയ പാപമൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ. എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളാരും അത്രയും വലിയ കൊടുംപാപമൊന്നും സ്വപ്നത്തിൽ പോലും കേൾക്കാത്ത പാപം ചെയ്ത മനുഷ്യന് പോലും അള്ളാഹു പുറത്തു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ വീട്ടിൽ കിടക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഓടി വന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്തേ കരയണേ, എന്തേ നീ കരയണേ? അള്ളാന്റെ റസൂലിനോട് മഹാനായ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പത്ര നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ആരെല്ലാം വന്ന് പിടിച്ചു മാറ്റിയിട്ടും ആ മനുഷ്യൻ മാറുന്നില്ല. ആ പാവപ്പെട്ടവന്റെ ദുആ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലദാ ഉമറിനോട് പറഞ്ഞു, ഉമറേ, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവാ ഉമറേ. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാറ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കുന്നു, എന്ത് പാപമാ നീ ചെയ്തത്? എന്തിനാ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരു പാപം ഞാൻ ചെയ്തു നബിയെ. ആ തൗബയ്ക്ക് വേണ്ടിയാണ് നിന്ന് കരയുന്നതെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, എന്ത് പാപമാ ചെയ്തത്? ആ മനുഷ്യൻ പറയുന്നു, നബിയേ, ഇന്ന് വരെ ഒരു മനുഷ്യരോടും ഞാൻ പറഞ്ഞിട്ടില്ല, പടച്ചവന്റെ മുന്നിലല്ലാതെ ഒരു മനുഷ്യരോടും ഇന്ന് വരെ ആ പാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാചകരാ ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? അതാ, ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കബറടക്കാൻ പള്ളിക്കാട്ടിലേക്ക് ഞാനും പോകും നബിയേ. കബറ് കുടിക്കാൻ ഞാനും കൂടും നബിയേ, കബറടക്കാൻ ഞാനും കൂടും നബിയേ. കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോൾ ആ കബറടക്കിയ സ്ഥലം ഞാൻ നോക്കി വെക്കും നബിയേ. പാതിരാത്രി കടന്നു വരുമ്പോൾ, പാതിരാത്രി എത്തിക്കഴിയുമ്പോ, എല്ലാവരും കടന്നുറങ്ങി കഴിയുമ്പോ, യാ റസൂലല്ലാഹ്, ഈ എഴുന്നേറ്റ് പള്ളിക്കാട്ടിലേക്ക് പോകും നബിയേ. ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോയിട്ട് ആ കബർ ഞാനങ്ങ് മാന്തും നബിയേ. എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ണം കഫൻ തുണിയുണ്ടല്ലോ, അതാ ശരീരത്ത് നിന്ന് ഞാൻ അടിച്ചെടുക്കും നബിയെ. മോട്ടിച്ചു കൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ട് ജീവിക്കുകയാണ് നബിയേ. എന്നിട്ടാ മനുഷ്യൻ പറയുകയാണ്,